ഇന്നെന്താ നല്ല അരിയും നല്ല ചക്കക്കുരുവാണല്ലോ എടുത്തുവെച്ചിട്ടുള്ളത്. നമുക്കിന്നേ ചക്കക്കുരു അരിയും കൊണ്ട് നല്ല അടിപൊളിയൊരു ഉണ്ടുണ്ടാക്കാം. ചായക്കൊക്കെ അടിക്കാൻ പറ്റിയ കട്ടൻ ചായയൊക്കെ കുടിക്കുമ്പോഴേ കടിച്ച് തിന്നാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ഉണ്ടുണ്ടാക്കാം. ചക്കക്കുരു അരിയും ഉണ്ട്. അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 10-40 ചക്കക്കുരു, ചെറിയ ചക്കക്കുരു ആയ കാരണമാണ്. ഇത് രണ്ടും നമുക്കിനി ഒന്ന് വറുത്തെടുക്കാം. നമുക്കിനി ആദ്യം അരി വറുത്തെടുക്കാം. അതിന് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. മഴ ആയതുകൊണ്ട് നല്ല പുകയുണ്ടല്ലോ. മഴക്കാലം അങ്ങനെ തന്നെയല്ലേ, വേഗം കത്തി പിടിക്കൂല അല്ലേ? കത്തി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാതെ കത്തിക്കൊണ്ടിരിക്കും. ചീനിച്ചട്ടി ചൂടായാൽ നമുക്ക് ഈ അരി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ മക്കളെ, അല്ലെങ്കിൽ അരി കരിഞ്ഞു പോകും, നമുക്ക് പൊരിഞ്ഞു വരില്ല. മക്കളെ, ഇത് ഉണ്ടാക്കാൻ ഏതരിയായാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് അരിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഈ അരി വറുക്കുമ്പോഴേ നമ്മള് പണ്ട് അരി വറുത്തിട്ട് തേങ്ങ ഒക്കെ ഇട്ടിട്ട് കട്ടൻ ചായയും കൂട്ടി കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതാ ഓർമ്മയായിരുന്നു. എനിക്ക് അരി വറുക്കുമ്പോ ആ ഓർമ്മകളൊക്കെ വരാറുണ്ട്. ഇപ്പൊ അങ്ങനെ നമ്മൾ ഉണ്ടാക്കാറില്ല അല്ലേ? എല്ലാരും വീട്ടിലും ഉണ്ടാക്കുന്നില്ല. ചിലവരൊക്കെ ഉണ്ടാക്കാറുണ്ടാവും. മഴക്കാലത്തൊക്കെ അത് തന്നെയായിരുന്നു. അതൊരു ടേസ്റ്റ് അല്ലേ? തേങ്ങയും അരിയും വറുത്ത് കട്ടൻ ചായയിലിട്ട് കുടിക്കാൻ ഭയങ്കര ഒരു ടേസ്റ്റാണ്. മക്കളെ, നമ്മുടെ അരി കണ്ടില്ലേ, പൊരിഞ്ഞു വരുന്നുണ്ട്. ഈ എല്ലാം ഒന്ന് ഇതേപോലെ പൊരിഞ്ഞു വരട്ട്, വിടാതെ ഇളക്ക്. ഇപ്പം നമ്മുടെ അരി എല്ലാം അത് നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കാം. അതിന് നമുക്ക് ഈ പാത്രത്തിലേക്ക് കൊട്ടി വെക്കാം, ഒന്ന് ചൂടാറി വരട്ട്. ഇനി നമുക്ക് ഈ ചക്കക്കുരു വറുത്തെടുക്കാം. ചക്കക്കുരു വറുത്തെടുക്കാൻ ഞാനൊരു പഴയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് അടുപ്പത്ത് വെക്കാം. ചട്ടി നന്നായിട്ട് ചൂടായാൽ ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്കക്കുരു വറുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ബോംബ് പൊട്ടണ പോലെ പൊട്ടും. മക്കളെ, ചക്കക്കുരു വറുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ചക്കക്കുരു ബോംബ് പൊട്ടണ പോലെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഒരു കമ്പി കൊണ്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. ഞാനിത് കുത്തിയിട്ടാണ് ഇട്ടിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ഇനി രണ്ടും അവിടെ ഇരുന്ന് ചൂടാറട്ട്, അരിയും ചക്കക്കുരും. ആ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള വേണ്ട ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കരയാണ് ഇട്ടിട്ടുള്ളത്. ഇതൊരു മീഡിയം മധുരം ഉണ്ടാവും കേട്ടോ. ഇതിൽ നമുക്കിനി 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഉരുകി വരട്ടെ. ഷുഗർ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഓർമ്മ ഉണ്ടാവും. അത് എങ്ങനെ വെച്ചിട്ടാ, നമ്മൾ എന്തെങ്കിലും വിറക് ഇടുകയോ പിന്നെ കൈകൊണ്ട് എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ള വിറയ്ക്കുക, മേലെ ഇങ്ങനെ നോക്കുമ്പോൾ വിറയ്ക്കില്ല. ഈ ഇറച്ചി ഇങ്ങനെ പിടച്ചതുപോലെ. അപ്പോഴാണ് ഞാൻ ഒരിക്കൽ 2-3 പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുമ്പോ മാത്രം പോയി. ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും എന്താന്നറിയോ, പഞ്ചസാര ഇട്ടാ കുടിക്കുള്ളൂ. രാവിലത്തെ ചായയിൽ പഞ്ചസാര ഇടില്ല. പിന്നെ നമ്മൾ എന്നായാലും മരിക്കേണ്ടതല്ലേ. അത് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ ആദ്യം പോവാ. ഇച്ചിരി അധികം നേരത്തെ പോയാൽ നല്ല സുഖമല്ലേ? ഇപ്പൊ നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിനി തരിച്ചിട്ട് പാത്രത്തിൽ തരിക്കണ എന്താന്ന് ചോദിച്ചാൽ വല്ലതും കരടുണ്ടെങ്കിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ചക്കക്കുരുവൊക്കെ ഒന്ന് തോടൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. ഇത് കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. തോട് കളയാൻ അത്ര പണിയൊന്നുമില്ല, സിമ്പിളായിട്ട്. ഇതിൻ്റെ ചുവപ്പ് കളർ തോല് കളയണ്ട കേട്ടോ. ഇപ്പൊ നമ്മൾ അരിയും വറുത്ത് ചക്കക്കുരുവും വറുത്ത് തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്, ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്കൊരു ജാറിലേക്ക് ഈ വറുത്ത അരി അങ്ങിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഈ ചക്കക്കുരുവും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് കരട് മുരടായിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതേപോലെ പൊടിച്ചെടുക്കുക. രണ്ടും ഒന്നിച്ചിട്ടാണ് ഞാനിട്ട് പൊടിപ്പിച്ചത്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായാൽ നമുക്ക് ഇതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ. ഇപ്പം നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. ഞാനിതിൽ 1 കപ്പ് തേങ്ങ ചെറുതായിട്ട് ചിരണ്ടിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് നമുക്ക് ഈ വെള്ള നനവ് മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങയുടെ വെള്ള നനവൊക്കെ മാറി നന്നായിട്ടൊന്ന് ഉണങ്ങിയതുപോലെ ആയാലാണ് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഒരാഴ്ച വരെയൊക്കെ ഇത് എടുത്തു വെക്കാൻ പറ്റും. ഈ തേങ്ങയുടെ നനവ് പോവാതെ നമ്മൾ ഇതുണ്ടാക്കുമ്പോൾ ഈ വെള്ളം നനവുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരാഴ്ച വരെ എടുത്തു വെക്കാൻ പറ്റില്ല. 1-2 ദിവസം വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് തേങ്ങ നന്നായിട്ട് വെള്ളം നനവ് വറ്റണം പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വറന്നിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഒഴിച്ച ശർക്കരപ്പാനി ഒന്ന് ചൂടായി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്തത് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിനി നന്നായിട്ട് ഇളക്കി ഒന്ന് എല്ലാം പാടെ മിക്സാക്കിയിട്ടെടുക്കാം. ഇതിപ്പോൾ തേങ്ങയും ശർക്കരപ്പാനിയും നമ്മൾ പൊടിച്ച് വെച്ച പൊടിയും എല്ലാം പാടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഒക്കെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ആ ചെറിയ ചൂടിൽ തന്നെ ഒന്ന് ഉണ്ട പിടിച്ചെടുക്കാം. ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ, നിങ്ങൾക്ക് എത്ര വലിപ്പത്തിൽ വേണോ അത്ര വലിപ്പത്തിൽ ഉണ്ട പിടിക്കാം കേട്ടോ. ഈ ചെറിയ ചൂടിൽ തന്നെ ഉണ്ട പിടിക്കണം കേട്ടോ മക്കൾ, അല്ലെങ്കിൽ അത് ഉണ്ടയാവില്ല. എല്ലാം അതിങ്ങനെ ഉണ്ട പിടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒക്കെ ഇതേപോലെ ഉണ്ടയാക്കി എടുക്കാം. നോക്കട്ടെ അമ്മയുടെ ചക്കക്കുരു എന്താണ്, ചക്കക്കുരു അരിയുണ്ട്. മധുരം ഉണ്ടോ? കറക്റ്റാ. തിന്നപ്പോ എന്താ ഓർമ്മ അറിയാം, പണ്ട് അണ്ടിപ്പുട്ട് ഉണ്ടാക്കില്ല നമ്മള്, അണ്ടിപ്പുട്ട്, അതിന്റെ അതേ ടേസ്റ്റ്. സൂപ്പറായിട്ട് കേട്ടോ. ആ അണ്ടിപ്പുട്ടിന്റെ അതേ ടേസ്റ്റാ. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ഞാൻ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ വെച്ചേക്കാം. ഒരു കുഴപ്പമുണ്ടാവില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ഒരളുക്കിലിട്ട് വെച്ചാൽ മതി. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്.